ഓൺലൈൻ ചതിക്കുഴികൾ, GST, സ്വിഗ്ഗി, സൊമാറ്റോ, യൂബർ. അങ്ങനെ നിരവധി ആപ്പുകളുണ്ട്. അപ്പോൾ ഇവർ നമ്മളേക്ക് ഇന്ന് സിമ്പിളായിട്ട് 30% അടിച്ചു മാറ്റുന്ന ടീംസുകളാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ 30%നെ യഥാർത്ഥത്തിൽ ഓരോ ഹോട്ടൽ ഓണേഴ്സും കണക്ക് കൂട്ടുകയാണെങ്കിൽ അവർക്ക് സർവീസിലേക്ക് 1-2 പേരെ വയ്ക്കാവുന്നതും കൂടുതൽ ആളുകളെ കൊണ്ട് ഈ ഡെലിവറി എത്തിക്കുകയാണെങ്കിൽ ഈ 30% കസ്റ്റമർക്ക് നേരിട്ട് നിങ്ങൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പണം നിങ്ങൾ ഈ പറഞ്ഞ ഡെലിവറി ബോയ്ക്ക് കൊടുക്കാൻ മെനക്കെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഈ ഓൺലൈനിലൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ വലിയൊരു നികുതി വരാനുണ്ട് ഹോട്ടലുകാർക്ക്. അതൊരു ഇരുട്ടടി പോലെ ഇടയ്ക്ക് വരും. അപ്പോൾ GST ഉണ്ടോ അതുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നാലെ ഒരു വലിയൊരു വടി ആണ് വരിക. അതുപോലെ തന്നെ ഈ കമ്പനികൾ ഭയങ്കര ചൂഷണമാണ്. നമ്മൾ ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ 10ൻ്റെ പണി നമുക്ക് കിട്ടും. കാരണം നമ്മളിത് ആഴ്ചയിലാണിത് കണക്കൂട്ടുക. നമ്മൾ ശരിക്കും തരേണ്ടതെന്ന് 5 മിനിറ്റ് വൈകിയ പെനാൽറ്റി. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ അവർ പിടിച്ചു കുലുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ഇങ്ങോട്ട് ഇടും 50% ഓഫർ ഇട്ടാൽ നിങ്ങളെ ബിസിനസ് കൂടും. തേങ്ങാക്കോലയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയും കൂടി ഇവർ അടിച്ചു മാറ്റിയിട്ട് കസ്റ്റമർക്ക് ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്ത് അതും കൂടെ അവർ നേടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക, പ്രൊഡക്ഷൻ കോസ്റ്റിന് അവർക്ക് അങ്ങ് കൊടുക്കുക, അവർ വിറ്റിട്ട് ആ പകുതി പൈസ അങ്ങ് മേടിച്ച് വയ്ക്കും. അതൊരു വലിയ സ്കാമാണ് മക്കളെ. എല്ലാവരും കൂടി നിൽക്കണം അതിനകത്ത്. അപ്പോൾ ആ ബെൽറ്റ് പൊട്ടിക്കാൻ കഴിവുള്ളവർ പൊട്ടിച്ചോളൂ. നിങ്ങൾ സർവീസിന് വേണ്ടിയിട്ട് ഒരു 600-700 ശമ്പളത്തിന് ഒരാളെ വെച്ച് സർവീസ് ചെയ്യാൻ ആളാവും ചെയ്യും. ഡെലിവറിക്ക് അത്യാവശ്യം വിടും ചെയ്യാം. നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ഓൺലൈനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ, വളരെ സയൻറ്റിഫിക്കായിട്ട് ഒന്ന് സമീപിച്ചാൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ ബെൽറ്റ് ശരിക്കും ഉണ്ടാക്കാം. ഇനി അഥവാ സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ടെങ്കിൽ അവരുടെ ആ സെഞ്ചിയിൽ കംപ്ലീറ്റ് നമ്മളുടെ ഓഫർ സ്പെഷ്യൽ കാർഡുകളൊക്കെ വെച്ച് വിട്ടാൽ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും, നമ്പറുകൾ കംപ്ലീറ്റ് അടിച്ചു മാറ്റാം. എങ്ങനെ നല്ല ഐഡിയ അല്ലേ? എന്നിട്ട് ഒരു കസ്റ്റമർ ബെൽറ്റ് ഉണ്ടാക്കാം. എന്തായാലും 10 കിലോമീറ്റർ അപ്പുറത്തൊന്നും ആരും വരാൻ പോകുന്നില്ല. നിലവിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ചെയ്യുന്നവർ അവരെ കംപ്ലീറ്റ് നമ്പർ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്ന കസ്റ്റമറുടെ നമ്പറുകൾ ചോദിച്ച് അതിനൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കി വാട്സപ്പിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വാട്സപ്പാണത്. അത് ഉപയോഗപ്പെടുത്തി നല്ല ഭംഗിയായി നമ്മളതിൽ കൂടെ പരസ്യം ചെയ്ത് അവരിലേക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് എത്തിച്ച് നമ്മളവർക്ക് ഡെലിവറി ചെയ്താൽ കസ്റ്റമർ സ്വിഗ്ഗി സൊമാറ്റോയിലെ കസ്റ്റമർ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവർക്ക് ആ ബെനിഫിറ്റ് നേരിട്ട് മേടിക്കുമ്പോൾ നമുക്കത് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്കൊരു സ്റ്റാഫിനെയും അവിടെ സുഖമായിട്ട് തീറ്റി പോറ്റാനുള്ള പൈസ കിട്ടുകയും ചെയ്യും. എങ്ങനെ? അപ്പോൾ നമുക്ക് കച്ചവടം ഡെവലപ്പ് ചെയ്യാനും അത് വിജയിപ്പിക്കാനും അതിലൂടെ നമുക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനും പറ്റും. പിന്നെ GST ഭക്ഷണത്തിന് പോലും 5% മേടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഗവൺമെൻറ്. ഭക്ഷണം കഴിക്കാൻ പോലും ടാക്സ്. ഇതിലും ഭേദം ബ്രിട്ടീഷുകാരായിരുന്നു. കാരണം വല്ലാത്തൊരു ഗതികേട്. കാരണം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ വിശന്നിട്ടല്ലേ, എന്നാൽ പിന്നെ എല്ലാവരും ടാക്സ് അടയ്ക്കണം എന്നാണ്. പിന്നെ അവർ വെച്ചിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു കടയിൽ 3000 രൂപ കച്ചവടം ഉണ്ടെങ്കിൽ 3000 രൂപ അവിടെ കച്ചവടമാണെങ്കിൽ പിന്നെ അവൻ കട നടത്താൻ പറ്റുമോ? അതുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ടാക്സ് അടയ്ക്കണം. GST 5%. നമ്മളൊക്കെ ഗതികേട്. നമ്മളൊക്കെ തന്നെയല്ലേ വോട്ട് ചെയ്ത് അവന്മാരൊക്കെ ജയിപ്പിച്ച് വിട്ടത്. നീ അനുഭവിക്കും ട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ അനുഭവിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ 5% നമ്മൾ GST കെട്ടണം. എന്നുവെച്ചാൽ 100 രൂപയ്ക്ക് കഴിച്ചാൽ 5 രൂപ നമ്മൾ സർക്കാരിന് വണ്ടി ഓടിച്ച് നടക്കാൻ വേണ്ടി കൊടുത്തോളണം. ഇതൊക്കെ വെച്ച് രാജ്യം നന്നായി കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു തരുന്നതാണ് കരാറ്. പക്ഷേ ഈ നിലയ്ക്ക് അവന്മാരൊക്കെ കട്ടുപിടിച്ചാൽ കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും നമ്മൾ കെട്ടുക. എന്തെങ്കിലും ഒരു ദിവസം ഈ നാട് നന്നാവും എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ GST കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അടുത്ത പിടി നമുക്ക് വീഴും. അത് പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരെയാണ് പെട്ടെന്ന് കയറി പിടിക്കുക. കാരണം രേഖയായി നീ ഓൺലൈനിൽ ഇത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഡയറക്റ്റ് ഇത്ര ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു 3 ഇരട്ടി ഫൈൻ അങ്ങ് എഴുതി വിടും. അപ്പോൾ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കാര്യമായിട്ട്. ഓക്കെ, ശ്രദ്ധിച്ചിട്ട് അടുത്തടുത്ത സ്റ്റെപ്പുകൾ വെച്ചിട്ടില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. സത്യത്തിൽ ഓൺലൈനിലായിരിക്കും ഒരു കടയിൽ പകുതിക്ക് മേലെ ബിസിനസ് ചിലപ്പോൾ നടക്കുന്നുണ്ടാവുക. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുടുങ്ങിയതാണ്. അപ്പോൾ സംരംഭകൻ എന്നും ചാട്ടയടി കൊള്ളാൻ നിയോഗിസ്ഥനാണ്.
പിന്നെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിന്നെ വൈറസാക്കി മാറ്റും. അതാണ് അറിയാലോ. ഒന്നെങ്കിൽ ആ കട ഉണ്ടാവില്ല, അതവർ എത്തിച്ചേരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. അതുപോലെ ടാക്സ്, GST കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഇതൊക്കെ ക്ലിയറായിട്ട് അടച്ചു പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് ഇതിൻ്റെ പിടുത്തങ്ങൾ മുഴുവൻ വീഴുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ, യൂബർ പോലെയുള്ള ഓൺലൈൻ കമ്പനികളിൽ നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൊല്ലാകുമ്പോൾ തേടി വന്നു. ഓക്കെ, അപ്പോൾ അതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അതും വലിയ വിഷയമാണ്. ഓക്കെ, പക്ഷേ അതിനൊരു ബദൽ മാർഗം നമ്മൾ കണ്ടുപിടിച്ചാൽ സൂപ്പറായിട്ട് വിജയിക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റിലൂടെ ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് അടിക്കണം, അപ്പോഴാണ് കൂടുതൽ എനിക്കൊരു പ്രചോദനം ഉണ്ടാവുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചാൽ നമുക്ക് കാണുന്നവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം വരും. അതുപോലെ ആവശ്യക്കാരനായിരിക്കണം ഇത് കാണേണ്ടതെന്ന് മനസ്സിലാവും. കാരണം ഞാൻ തമിഴ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഉഗ്രൻ കയ്യടിയും അഭിപ്രായങ്ങളാണ്. എന്താണാവോ ഈ മലയാളീസ് ഇനിയെങ്കിലും നന്നാവോ പഠിച്ചാലറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് മിനിമം ഒരു 90% ഫെയിലാണ് എന്നാണ് നമ്മളെ ഈ കണക്കുകൾ ഹോട്ടൽ മേഖലയിൽ സൂചിപ്പിക്കുന്നത്. അത് നമുക്കൊരു 50 ആക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എല്ലാവരെയും സഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇത്ര നേരം കണ്ടതിന് കൺഗ്രാജുലേഷൻസ് വീണ്ടും.